പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. ചിന്ത ഭയങ്കരമായിട്ട് നിറഞ്ഞു നിന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കേരളത്തിൽ. ഇപ്പൊ അല്ലേ കാലത്ത് ഒരുമാതിരി ആക്കരുത്. പറഞ്ഞ കണകുണ ചോദ്യങ്ങളും ചോദിക്കരുത്. അതാ ഞാൻ പറയാം. ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല, പല സ്ഥലത്തും കാണുന്നില്ല, ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നുന്നു. നിങ്ങളെ അപമാനിക്കാനാണോ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കണേ? നമ്മൾ ചിന്തയെ പറ്റി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന വീഡിയോകളിലൊന്ന് സെൽഫിയെ പറ്റി പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. സെൽഫിയിലെ രാഷ്ട്രീയം, അതിന്റെ പ്രത്യയശാസ്ത്രത്തെയൊക്കെ പറ്റി പറഞ്ഞ വീഡിയോ ആണ് നമ്മൾ ആദ്യം കാണുന്നത്. അതേ ചിന്ത തന്നെ വിദേശ യാത്രയൊക്കെ പോയപ്പോൾ, ചൈനയിലോ ക്യൂബയിലൊക്കെ പോയപ്പോൾ ചെയ്ത സെൽഫി വീഡിയോകൾ കണ്ടു, വ്ളോഗ് ചെയ്യുന്ന കണ്ടു. അപ്പൊ അന്ന് പറഞ്ഞത് അയ്യോ അന്ന് പറയണ്ടായിരുന്നു. എന്താ കുട്ടി ഞാൻ പറയുന്ന ഇനിയിപ്പോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതൊന്ന് കുറച്ച് കടുത്തു പോയോ? ആ ഒരു നിലപാട് പിന്നീട് മാറ്റേണ്ടിയിരുന്നോ എന്ന് തോന്നിയിട്ടുണ്ടോ? അത് ഞാൻ സെൽഫി എടുക്കില്ലെന്നോ അല്ലെ സെൽഫി എടുക്കുന്നവരൊക്കെ എന്റെ ശത്രുക്കളാണോ എന്നൊന്നും പറഞ്ഞതിന് അർത്ഥമില്ല. സാറ് കള്ളം പറയുന്നതിൽ PhD എടുത്തിട്ടുണ്ടോ? എടാ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ട സാക്ഷാൽ ഹരിചന്ദ്രൻ പോലും നുണ പറഞ്ഞുകൂടാ. പറഞ്ഞ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് അന്ന് പറഞ്ഞു. അത് ഞാൻ ഒരുപാട് വേദിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും സെൽഫി ഞാൻ എടുക്കാറുണ്ട്. ഓഹോ, എന്നിട്ടാണ് നീ ന്യായം പറയണത്? നീ തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. എനിക്കെതിരെ ഇങ്ങനെ വിമർശനം വന്നിട്ടുണ്ട്. ആ ജിംകി കമൽ പ്രസംഗം തന്നെ കുറച്ചുകൂടി ചിരിച്ചോണ്ട് പറഞ്ഞിരുന്നെങ്കിൽ അത് ഇത്രയും ട്രോളാവില്ലായിരുന്നു. അതെ, തമാശയല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. അമ്മയുടെ ജിമിക്കിയും കമ്മലും മോഷ്ടിച്ചു കൊണ്ടുപോയാൽ ആ ദേഷ്യത്തിന് ബ്രാൻഡി എടുത്തു കുടിക്കുന്ന അമ്മമാരും ഈ കേരളത്തിലില്ല. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. അതിനുശേഷം ഞാൻ വേണ്ടിടത്തും വേണ്ടാത്തടത്തും ഒക്കെ അങ്ങനെങ്കിലും ട്രോളാതിരിക്കും. അങ്ങനെ പറയരുത്. തലയെ ഞങ്ങള് ചീത്താക്കിയിട്ടില്ല, ആരാധിച്ചിട്ടേ ഉള്ളൂ. ഈ തലയുടെ ഫാൻസാ ഞങ്ങള്. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടില്ല, പക്ഷെ നിക്കാൻ നേരമില്ല.